വെറുമൊരു അനൗൺസ്മെന്റിന് എക്സിൽ 2 മില്യൺ വ്യൂസ്. മലയാളത്തിന്റെ മോഹൻലാൽ എന്ന് പറയുന്നത് വെറുതെയല്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ബെല്ലൈക്കൺ അമർത്തുക. മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. 4 പതിറ്റാണ്ടിലധികമായി നടനും താരമായും മലയാളികളെ വിസ്മയിപ്പിക്കാൻ മോഹൻലാലിന് സാധിച്ചിട്ടുണ്ട്. ബോക്സ് ഓഫീസ് പെർഫോമൻസിൽ മോഹൻലാൽ നേടിയ റെക്കോർഡുകൾ മറ്റൊരു മലയാള നടനും ഇതുവരെ മറികടക്കാൻ സാധിച്ചിട്ടില്ല എന്നതും അയാളിലെ താരത്തെ വ്യത്യസ്തനായി നിർത്തുന്നു. മോഹൻലാൽ ജിത്തു ജോസഫ് കോംബോയിൽ 2013 പുറത്തിറങ്ങിയ ചിത്രമാണ് ദൃശ്യം. മലയാളത്തിലെ അതുവരെ ഉണ്ടായിരുന്ന സകല കളക്ഷൻ റെക്കോർഡുകളും തകർത്ത ദൃശ്യം മോളിവുഡിലെ നാഴികക്കല്ലായി മാറി. ചൈനീസ് ഉൾപ്പെടെ 6ഓളം ഭാഷകളിൽ റീമേക്ക് ചെയ്യപ്പെട്ട ദൃശ്യത്തിന്റെ 2ാം ഭാഗവും വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. OTT റിലീസായി എത്തിയ ദൃശ്യം 2 പാൻ ഇന്ത്യൻ തലത്തിൽ ശ്രദ്ധ നേടി. ചിത്രം തിയേറ്ററുകളിൽ റിലീസായിരുന്നെങ്കിൽ ആദ്യ ഭാഗത്തെ പോലെ വലിയ വിജയമായേക്കാമെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു. ചിത്രത്തിന്റെ 3ാം ഭാഗം ഉണ്ടാകുമെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് കഴിഞ്ഞ വർഷം അറിയിച്ചിരുന്നു. അടുത്തിടെ ദൃശ്യം 3യുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. ഇപ്പോഴിതാ ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് പോസ്റ്റിന് എക്സിൽ 2 മില്യൺ വ്യൂസ് ലഭിച്ചിരിക്കുകയാണ്. ഈ നേട്ടത്തിലെത്തുന്ന ആദ്യത്തെ മലയാള ചിത്രം കൂടിയാണ് ദൃശ്യം 3. മറ്റൊരു മലയാള സിനിമയ്ക്ക് പോലും 1 മില്യൺ ഇംപ്രഷൻ ലഭിക്കാതിരിക്കുമ്പോഴാണ് ദൃശ്യം ഫ്രാഞ്ചൈസിയുടെയും മോഹൻലാൽ എന്ന താരത്തിന്റെയും ഇമ്പാക്റ്റ് എത്രമാത്രം വലുതെന്ന് മനസ്സിലാക്കുന്നത്. ചിത്രത്തിൻ്റെതായി പുറത്തുവരുന്ന ഓരോ അപ്ഡേറ്റുകളും ഇനി സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറുമെന്ന് ഉറപ്പിക്കാവുന്നതാണ്. ഈ പോസ്റ്റിന് ലഭിച്ച സ്വീകാര്യത വ്യക്തമാക്കുന്നത് കേരളത്തിന് പുറത്തും ചിത്രത്തിനായി കാത്തുനിൽക്കുന്നവരുടെ എണ്ണത്തിന് കുറവല്ല. തമിഴ് ഒഴികെ മറ്റെല്ലാ ഭാഷകളിലും 2ാം ഭാഗവും പുറത്തിറങ്ങിയിരുന്നു. ആശീർവാദ് സിനിമാസ് തന്നെയാണ് 3ാം ഭാഗത്തിന്റെയും നിർമ്മാതാവ്. എന്നാൽ ചിത്രത്തിന്റെ മറ്റു വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തെത്തുമെന്നാണ് കരുതുന്നത്. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാനാണ് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ റിലീസ്. മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായി ഒരുങ്ങുന്ന എമ്പുരാൻ 2019 പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ തുടർഭാഗമാണ്. 6 രാജ്യങ്ങളിലായി 150 ദിവസത്തോളം നീണ്ടുനിന്ന ഷൂട്ടായിരുന്നു എമ്പുരാന്റേത്. മാർച്ച് 27-ന് ചിത്രം തിയേറ്ററിലെത്തും. നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഈ പുതിയ ചാനലാണ്. എല്ലാവരും സപ്പോർട്ട് കൂടി ഉണ്ടാവുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.